സൗദിയിൽ പ്രഖ്യാപിച്ച 5 മേഖലകളിലെ സ്വദേശിവൽക്കരണം പ്രാബല്യത്തിൽ. ഇതോടെ നിയമലംഘനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കർശന പരിശോധനയ്ക്കും തുടക്കമായി. തൊഴിൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ നഗരങ്ങളിൽ ഇന്നും പരിശോധന നടന്നു. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, കാർപ്പറ്റ്, വാഹന സ്പെയർ പാർട്സ്, ചോക്ലേറ്റ് തുടങ്ങിയ വിപണന സ്ഥാപനങ്ങൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലാണ് പുതുതായി സ്വദേശിവൽക്കരണം നടപ്പിലായത്. 70% സ്വദേശികളുടെ അനുപാതം. ഇതിന്റെ ഭാഗമായി കർശന പരിശോധനക്കും തുടക്കം കുറിച്ചു. സ്വദേശികളെ വെച്ചോടത്തൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ വെക്കാത്തവർക്കൊക്കെ എല്ലാവർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 1 വീക്ക് അവർ അടുത്ത ചെക്കിങ്ങിന് വരും. അതിനുള്ളിൽ വെച്ചില്ലെങ്കിൽ എല്ലാവർക്കും പണിഷ്മെന്റ് ഉണ്ട്. ഒരുപാട് കടകൾ അടച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കടകൾ തുറന്നിട്ടില്ല. തുറന്ന കടകളിൽ, സൗദികളുള്ള കടകളിലൊന്നും പ്രശ്നങ്ങളില്ല. കർശന പരിശോധന ഭയന്ന് സ്വദേശികളെ നിയമിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾ പലതും ഇന്ന് അടച്ചിട്ടു. സൗദികള് സ്ഥിരം എന്തായാലും കടയിൽ കൗണ്ടറിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നിർബന്ധം. ഇപ്പോൾ ഒരുപാട് കടകളിലൂടെ പൂട്ടിയിട്ടുണ്ട്. ഇനിയും അടുത്ത ദിവസങ്ങളും കനത്ത രീതിയിൽ തന്നെ ചെക്കിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അവരുടെ ഒരു ഇതിൽ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 20,000 റിയാല് മുക്കാലഫ്, അതായത് ഫൈൻ ഉണ്ടാവും എന്നുള്ളത് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. പലരും സ്പോൺസർമാരെ വെച്ചാണ് ഇന്ന് കടകൾ തുറന്നത്. സ്വദേശികളെ നിയമിച്ച് മുന്നോട്ട് പോകാനാണ് പലരുടെയും തീരുമാനം. എന്നാൽ തൽപരരായ സ്വദേശികളെ കണ്ടെത്തുന്നതിന് പ്രയാസം നേരിടുന്നതായും ഇവർ പറയുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നതിനാൽ ആശങ്കയിലാണ് പലരും. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഖത്തറിൽ എക്സൈസ് നികുതി ഇരട്ടിയായി വർദ്ധിപ്പിച്ചതിൽ വിശദീകരണവുമായി ജനറൽ ടാക്സ് അതോറിറ്റി. മദ്യത്തിന്റെയും പുകയില ഉൽപ്പന്നങ്ങൾക്കുമാണ് നികുതി കൂട്ടുന്നത്. സമൂഹത്തെ, ആരോഗ്യാവസ്ഥയ്ക്കും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് GTA വ്യക്തമാക്കി. ഈ വർഷം ജനുവരി 1 മുതലാണ് മദ്യത്തിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നത്. ഇതോടെ ഇവ രണ്ടിനും ഇരട്ടി വില വർദ്ധിച്ചു. എനർജി ഡ്രിങ്കുകൾക്ക് 50% നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യത്തിന് ഹാനികരമായ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും ജനങ്ങളെ പരമാവധി പിന്തിരിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു സർക്കാർ നടപടി. തീരുമാനം സമൂഹത്തെ ആരോഗ്യപൂർണ്ണമാക്കുമെന്നും സുസ്ഥിരമായ സാമ്പത്തിക ഭാവി ഉറപ്പാക്കുമെന്നും ജനറൽ ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി. 2030ലേക്കുള്ള ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും പ്രകൃതിവാതക വരുമാനത്തെ മാത്രം ആശ്രയിക്കാതിരിക്കാനും പുതിയ നികുതികൾ സഹായിക്കും. സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ LNG യേതര ബദൽ വരുമാന മാർഗങ്ങൾ തേടേണ്ടതുണ്ട്. അതും കൂടി മുന്നിൽ കണ്ടാണ് പ്രത്യേക അധികാരങ്ങളോടെ ജനറൽ ടാക്സ് അതോറിറ്റിക്ക് രൂപം നൽകിയത്. എന്നാൽ വാറ്റ് ഈ വർഷവും ചുമത്തേണ്ടതില്ലെന്നും സർക്കാർ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. മീഡിയ 1, ദോഹ. ബഹ്റൈനിൽ വൈദ്യുതിക്കും ജലത്തിനും 5% മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനം. വൈദ്യുതി ജല അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 1-ാം തീയതി മുതൽ രാജ്യത്ത് നടപ്പിലാക്കിയ മൂല്യവർദ്ധിത നികുതിയുടെ പരിധിയിലാണ് വൈദ്യുതി ജലസേവനങ്ങളെ ഉൾപ്പെടുത്തിയത്. പ്രവാസികൾക്കും ഒന്നിലധികം വീടുകളുള്ള സ്വദേശികൾക്കും 2016 മുതൽ രാജ്യത്ത് വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ചാർജ് ഘട്ടം ഘട്ടമായി വർദ്ധിച്ചു വരികയാണ്. വരുന്ന മാർച്ച് മാസം ഈ വർധനയുടെ അവസാനഘട്ടം നടപ്പിലാകാനിരിക്കെയാണ് മൂല്യവർദ്ധിത നികുതി കൂടി ഈ സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയത്. സ്ഥാപനങ്ങൾ വിവിധ സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും വാറ്റ് ഈടാക്കി തുടങ്ങിയത് രാജ്യത്തെ വിപണിയിൽ കാര്യമായ പ്രതിഫലനമുണ്ടാക്കിയിട്ടുണ്ട്. വാറ്റിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും അധിക നികുതി ഈടാക്കുന്നതായും ഉപഭോക്താക്കൾ പരാതിപ്പെടുന്നു. വാറ്റ് നടപ്പിലാക്കുന്നതിൽ വീഴ്ചകൾ കണ്ടെത്താൻ അധികൃതർ വിപണി പരിശോധനയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യുതി നിരക്കുകളിലുണ്ടായ വർധനവ് ചെറിയ വരുമാനക്കാരായ പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കിയിരുന്നു. മൂല്യവർദ്ധിത നികുതിയുടെ അധികഭാരം കൂടി വഹിക്കേണ്ടി വരുന്നതോടെ ജീവിത ചെലവ് ഉയരുമെന്ന ആശങ്കയിലാണ് പ്രവാസി സമൂഹം. മീഡിയ 1, ബഹ്റൈൻ. നിരോധിത ഗുളികകളുമായി പിടിയിലായ കുടക് സ്വദേശി 1 വർഷമായി സൗദിയിലെ ജയിലിൽ. കർണാടക കുടക് സ്വദേശി മനാഫ് മൊയ്തുവാണ് ദമാമിലെ ജയിലിൽ കഴിയുന്നത്. സുഹൃത്തായ വിസ ഏജന്റ് നൽകിയ പലഹാര സാധനങ്ങളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഗുളികകൾ കണ്ടെത്തിയത്. മയക്കുമരുന്ന് കണ്ണിയായ സുഹൃത്തിനാൽ മനാഫ് ചതിക്കപ്പെടുകയാണുണ്ടായതെന്ന് കുടുംബവും പറയുന്നു. സുഹൃത്ത് നൽകിയ വിസയിലാണ് മനാഫ് മൊയ്തു സൗദിയിലെത്തിയത്. തൊഴിൽ വിസ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് 1 മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് മനാഫിനെ സൗദിയിൽ കൊണ്ടുവന്നത്. ദമാമിൽ വിമാനമിറങ്ങിയ മനാഫിൽ നിന്നും 13,000 നിരോധിത ഗുളികകൾ സുരക്ഷാ വിഭാഗം പിടികൂടിയെന്നതാണ് കേസ്. ബിസിനസ് വിസയുടെ 1 മാസത്തെ വാലിഡുള്ള വിസ എടുത്തിട്ടാണ് ഇയാളെ ഇവിടെ ഏജന്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നാട്ടിൽ ഇതിൻ്റെ കണ്ണികളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഏജന്റിൻ്റെ നമ്പർ കൊടുത്തിരുന്നു. അദ്ദേഹമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ പിടിക്കപ്പെട്ടതുകൂടി ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബ്രീഫ് കേസാണ് അവിടുന്ന് കൊടുക്കുന്നത്. ഈ ബ്രീഫ് കേസിനടുത്ത് ബേക്കറി സാധനങ്ങളുടെ കൂട്ടത്തിലാണ് വളരെ ഭദ്രമായി ഇവർ പാക്ക് ചെയ്ത, വളരെ വിദഗ്ധമായി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നത്. കാരണം ഇത്രയും അധികം ക്വാണ്ടിറ്റി ഗുളികൾ എത്തണമെങ്കിൽ അത്രയും വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നീക്കിയത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. നാട്ടിൽ നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട് പോയെങ്കിലും
കുറ്റം മനാഫിന്റെ പേരിൽ ചാർത്തി അധികൃതർ കൈയൊഴിഞ്ഞു. വളരെ ദയനീയമായ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുട്ടിയും ഭാര്യയും മാത്രമാണ് നാട്ടിലുള്ളത്. അവരവിടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനും മറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അവിടെ നിന്ന് നീതി ലഭിച്ചില്ല. കാരണം നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ കേസ് അവിടെ നിന്ന് അവർ റിജക്റ്റ് ചെയ്തത്. അതിന് നീക്കുപോക്കം നടന്നില്ല. പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ കൊണ്ട് സാധിക്കുന്നതല്ല. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കി കേസ് ഏറ്റെടുത്ത സാമൂഹ്യ പ്രവർത്തകർ എംബസിയുടെ സഹായത്തോടെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ. ഇതിന്റെ ഭാഗമായി വിസ സ്പോൺസറെ കണ്ടെത്തി സൗദിയിലും നാട്ടിൽ വിദേശകാര്യ മന്ത്രാലയത്തിനും പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഖത്തറിൽ രോഗികളുടെ അവകാശങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നറിയിപ്പുമായി വീണ്ടും ആരോഗ്യ മന്ത്രാലയം. ആശുപത്രികളുടെ പ്രധാന സ്ഥലങ്ങളിൽ ഇക്കാര്യം പ്രത്യേകം ബോർഡുകളായി പതിക്കണമെന്നാണ് നിർദ്ദേശം. രോഗികളുടെ അവകാശങ്ങളും ആശുപത്രികളുടെ ചുമതലകളും വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന തരത്തിലാകണം ബോർഡുകൾ സ്ഥാപിക്കേണ്ടത്. ആശുപത്രികളുടെ പ്രധാന ഭാഗങ്ങളിൽ തന്നെ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. നേരത്തെ തന്നെ നിലവിലുള്ള നിയമങ്ങളാണെങ്കിലും കൃത്യമായി പാലിക്കപ്പെടാത്തതിനാലാണ് വീണ്ടും നിർദ്ദേശം നൽകിയത്. ആരോഗ്യമേഖലയിലെ സംവിധാനങ്ങളുടെ കൃത്യത രോഗികളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രോഗികളിൽ നിന്നുള്ള പരാതികൾ സ്വീകരിക്കാനും അവ പരിഹരിക്കാനും ഈ സംവിധാനം ഉപകരിക്കും. രോഗികൾക്ക് അവരുടെ അവകാശങ്ങൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാന്യമായ രീതിയിൽ ആശുപത്രികളുമായി ബന്ധം സ്ഥാപിക്കാനും രോഗികൾക്ക് ഇതുവഴി കഴിയുമെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. മീഡിയ 1, ദോഹ. മോറിസൺ മേനോൻ ലോകത്തിലെ ഏറ്റവും വലിയ അക്കൗണ്ടിംഗ് നെറ്റ്വർക്കുകളിലൊന്നായ ക്രസ്റ്റൺ ഇന്റർനാഷണലുമായി ചേർന്ന് ക്രസ്റ്റൺ മേനോൻ എന്ന പേരിൽ പുനഃക്രമീകരിച്ചു. ഇതോടെ ഒരു സ്ഥാപനമെന്ന നിലയിൽ നിന്ന് മികച്ച ബിസിനസ് സേവനങ്ങളെല്ലാം ലഭ്യമാകുന്ന ശൃംഖലയായി സംരംഭം മാറുകയാണ്. ലോകത്തെ വലിയ അക്കൗണ്ടിംഗ് നെറ്റ്വർക്കുമായി സഹകരിക്കുന്നത് പ്രവർത്തന രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് പാതയൊരുക്കുമെന്ന് ക്രസ്റ്റൺ ഇന്റർനാഷണൽ സാരഥികൾ വ്യക്തമാക്കി. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രസ്റ്റൺ ഇന്റർനാഷണലിനോടെ 125 രാജ്യങ്ങളിലായി 25,000 പ്രൊഫഷണലുകൾ ജോലി ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ ക്രസ്റ്റൺ നടത്തിവരുന്ന ഗുണനിലവാര പരിശോധനയും അവലോകനവും സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ഏറെ സഹായകമാകുമെന്ന് ക്രസ്റ്റൺ മേനോൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ രാജു മേനോൻ, പാർട്ണർ സഫിയ ഹാജി, പാർട്ണറും കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഹെഡുമായ സുധീർ കുമാർ എന്നിവർ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നമ്മളെ കക്ഷികളുടെ ആവശ്യങ്ങൾ കൂടി വരുന്നതുകൊണ്ടും നമ്മൾ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ എന്താ എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്കിംഗ് സിറ്റുവേഷനിലേക്ക് മാറിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. UAEയും ഇന്ത്യയും തമ്മിലെ നേരിട്ടുള്ള നിക്ഷേപങ്ങളുടെ വളർച്ചയ്ക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും ക്രസ്റ്റൺ മേനോൻ അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1, ദുബൈ. ഖത്തറിന്റെ ജീവകാരുണ്യ പ്രവർത്തന വിഭാഗമായ ഖത്തർ ചാരിറ്റിയെ തേടി മറ്റൊരു അംഗീകാരം കൂടി. ഈ മേഖലയിലെ 60 രാജ്യാന്തര മാനദണ്ഡങ്ങളും കൈവരിക്കുന്ന അറബ് മേഖലയിലെ ആദ്യ സംഘടന എന്ന നേട്ടമാണ് ഖത്തർ ചാരിറ്റിയെ തേടി എത്തിയത്. ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഖത്തർ ചാരിറ്റി അസിസ്റ്റന്റ് CEO അലി അൽ ഗംദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനത്തിനായുള്ള 60 രാജ്യാന്തര മാനദണ്ഡങ്ങളും ഖത്തർ ചാരിറ്റി കൈവരിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന അറബ് മേഖലയിലെ ആദ്യ സംഘടനയാണ് ഖത്തർ ചാരിറ്റി. ഖത്തറിനകത്ത് പുറത്തുമായി കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സംഘടന ഓരോ വർഷവും നടപ്പാക്കുന്നത്. രാജ്യത്ത് മാത്രം ഇതുവരെ 10 കോടി റിയാലിന്റെ സേവന പദ്ധതികൾ നടപ്പാക്കി. 10 ലക്ഷത്തോളം പ്രവാസി തൊഴിലാളികൾക്കും കടക്കണിയിൽപ്പെട്ട സ്വദേശികൾക്കും സഹായമെത്തിച്ചു. ആഭ്യന്തര യുദ്ധം മൂലം കഷ്ടതയനുഭവിക്കുന്ന രാജ്യങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. ഗസയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായും നിരവധി പദ്ധതികൾ ഖത്തർ ചാരിറ്റി നടപ്പാക്കുന്നുണ്ട്. അഫ്ഗാൻ യുദ്ധത്തിൽ അനാഥമാക്കപ്പെട്ട കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് 1992 ഖത്തർ ചാരിറ്റി രൂപീകരിച്ചത്. മീഡിയ 1, ദോഹ. ദമാം അൽഖോബാർ പ്രവാസി സാംസ്കാരിക വേദി കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി മത്സരം സംഘടിപ്പിച്ചു. സിറ്റി ഫ്ലവറുമായി സഹകരിച്ചായിരുന്നു മത്സരം. കുട്ടികൾക്കായി കളറിംഗ് മത്സരവും സ്ത്രീകൾക്കായി പായസ മത്സരവും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് MK ഷാജഹാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അബ്ബാസ് അബ്ദുള്ള, റഷീദ് ഉമർ, റഷീദ് രണ്ടത്താണി എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സിറാജ് തലശ്ശേരി, സാബിക്, KM കിരൺ എന്നിവർ നേതൃത്വം നൽകി. ട്രീറ്റ് കുക്കറി ഷോയിലേക്കുള്ള അതിഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി മീഡിയ 1 ഖത്തറിൽ നടത്തിയ ഹോം ഷെഫ് കോൺടെസ്റ്റ് ആവേശകരമായി. 50ഓളം പേർ അണിനിരന്ന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 10 പേരെ ട്രീറ്റ് ഷോയുടെ പുതിയ എപ്പിസോഡുകളിലേക്കുള്ള അതിഥികളായി തെരഞ്ഞെടുത്തു. ആവേശകരമായ മത്സരത്തിൽ തൃശൂർ ഷംന ഉബൈദ് 1ാം സ്ഥാനം നേടി. മീഡിയ 1 TV സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ കുക്കറി ഷോയായ ട്രീറ്റിന്റെ പുതിയ എപ്പിസോഡുകളിലേക്കുള്ള അതിഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റുമായി ചേർന്ന് ഹോം ഷെഫ് കോൺടെസ്റ്റ് സംഘടിപ്പിച്ചത്.
ബുഖൈറയിലെ ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന മത്സരത്തിൽ ദോഹയിലെ പ്രവാസി മലയാളികളായ 50ഓളം വനിതകൾ അണിനിരന്നു. ആവേശകരമായ മത്സരത്തിൽ തൃശൂർ സ്വദേശി ഷംന ഉബൈദ് 1ാം സ്ഥാനം നേടി. ഫർസീന അനസ് 2ഉം റജുല നദീർ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഇവരെ കൂടാതെ ആരതി പ്രജിത്ത്, അനന്യ ദാസ്, നസ്രി താബിത്, സെബ, ഹിത സജീഷ്, സൂഫി മുക്താർ, സ്മിത എന്നിവർ 4 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ട്രീറ്റ് ഷോയുടെ അടുത്ത എപ്പിസോഡുകളിൽ പങ്കെടുക്കാനുള്ള അവസരം സ്വന്തമാക്കി. ഫസ്റ്റ് കിട്ടുന്നൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇതുവരെ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല അതിലൊന്നും പങ്കെടുത്തത്. ഇൻഷാ അല്ലാഹ്. ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ് MD അഷ്റഫ് ചിറക്കൽ ഫലപ്രഖ്യാപനം നടത്തി. മീഡിയ വൺ മാധ്യമം ഖത്തർ ചെയർമാൻ റഹീം ഓമശ്ശേരി, മീഡിയ വൺ ചീഫ് പ്രൊഡ്യൂസർ ജ്യോതി വെള്ളലൂർ, ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ് ഫിനാൻസ് മാനേജർ ഷെരീഫ് VC, മീഡിയ വൺ മാർക്കറ്റിംഗ് മാനേജർ നിഷാന്ത് തറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. ചായക്കട റെസ്റ്റോറന്റ് MD ഫെമിന ഫൈസൽ, ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ് ബേക്കറി വിഭാഗം തലവൻ അൻവർ, ഹൊറൈസൺ മാനർ ചീഫ് ഷെഫ് ഷെഫീഖ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. രാജ് കലേഷ് അവതാരകനായ ട്രീറ്റ് കുക്കറി ഷോ ഇതാദ്യമായാണ് ഖത്തറിൽ വെച്ച് ചിത്രീകരിക്കുന്നത്. മൊത്തം 10 എപ്പിസോഡുകളാണ് ദോഹയുടെ വിവിധ ഭാഗങ്ങളിൽ ചിത്രീകരിക്കുക. മീഡിയ വൺ, ദോഹ. ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ജിദ്ദയിൽ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ 5 സ്റ്റാർ ബാഗ്ദാദിയ ജേതാക്കളായി. ബ്ലൂ സ്റ്റാർ ജിദ്ദ 2ാം സ്ഥാനവും DFC ജിദ്ദ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 3 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഫ്രട്ടേണിറ്റി ഫെസ്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം. 26 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഷംസുദ്ദീൻ മലപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു. ഇസ്മായിൽ പാണവള്ളി, CB അഷ്റഫ്, റഷീദ് ഷൊർണൂർ, മുജീബ് കുണ്ടൂർ, അഷ്റഫ് മൊറയൂർ തുടങ്ങിയവർ വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി ഉപയോഗിച്ച് സർക്കാരും CPM-ഉം അപകടകരമായ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് KM ഷാജി MLA. വിശ്വാസത്തിന് മുകളിൽ യുക്തിയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം വിജയിക്കില്ല. BJPയെ വളർത്തി കോൺഗ്രസിനെ ഇല്ലാതാക്കുകയാണ് CPM-ന്റെ ലക്ഷ്യമെന്നും ഷാജി ദോഹയിൽ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ കളിക്കുന്നത് അപകടകരമായ രാഷ്ട്രീയമാണെന്നായിരുന്നു KM ഷാജിയുടെ പ്രസ്താവന. വിശ്വാസത്തിന്റെ മുകളിൽ ഈ ലോജിക് വെച്ച് യുക്തി വെച്ചുള്ള ഇടപെടൽ അപകടകരമാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. 2, വളരെ ആസൂത്രിതമായി കേരളത്തിൽ ലോകത്ത് മുഴുവൻ പരാജയപ്പെട്ടു പോയ കമ്മ്യൂണിസത്തിന്റെ ഒരു പരീക്ഷണശാലയായി മാർക്സിസം കേരളത്തെ ഒരുക്കുകയാണ്. കോടതി വിധിക്കെതിരെ സർക്കാരിന് ഓർഡിനൻസ് കൊണ്ടുവരാമായിരുന്നെങ്കിലും കേരളത്തിൽ BJPയുടെ സാധ്യതയ്ക്ക് വേണ്ടി വിധിയെ വിവാദമാക്കുകയായിരുന്നു. ചട്ടത്തിനൊക്കുമേ ജീവിച്ചിരിക്കണമെന്ന രൂപത്തിൽ നിൽക്കുന്ന ഈ BJP രണ്ടാമത് വെള്ളം കൊടുത്തെഴുന്നേൽപ്പിച്ചത് പിണറായി വിജയനാണെന്ന് മാത്രമല്ല, അത് യാദൃശ്ചികതയല്ല. കോൺഗ്രസിനേക്കാൾ ശക്തി പ്രാപിക്കാവുന്നതോ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതോ ആയ ശക്തിയായി BJPയെ വളർത്തണം. എന്തിന്? CPM-നെ ഭരിക്കാൻ. ശബരിമല വിഷയത്തിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിയാണ് കൂടുതൽ പ്രായോഗികം. വനിതാ മതിലിൽ മുസ്ലിം സ്ത്രീകളെ പങ്കെടുപ്പിച്ച് ഇതര സമുദായക്കാരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടന്നതായും ഷാജി കുറ്റപ്പെടുത്തി. ദോഹയിൽ കുറ്റ്യാടി മണ്ഡലം KMCC സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു KM ഷാജി. മുഖദ്ദിമ സെന്റർ ഫോർ സോഷ്യൽ കൾച്ചറൽ സ്റ്റഡീസ് സ്വിച്ച് ഓൺ കർമ്മം ഷാജി നിർവഹിച്ചു. ഖത്തർ KMCC സംസ്ഥാന പ്രസിഡന്റ് SAM ബഷീർ, കുറ്റ്യാടി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KT അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ വൺ, ദോഹ. തൃശൂർ ജില്ലയിലെ പാടൂർ സ്വദേശികളുടെ ദുബായിലെ കൂട്ടായ്മയായ പാടൂർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഉമ്മുൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലായിരുന്നു മേള ഒരുക്കിയത്. ദുബായ് പാടൂർ വെൽഫെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പാടൂർ ഫെസ്റ്റ്. കുടുംബങ്ങളടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. പാടൂർ നിവാസികളുടെ കലാകായിക മത്സരം, കുടുംബസംഗമം എന്നിവ അരങ്ങേറി. ദുബായ് പാടൂർ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് ഫാറൂഖ് കാട്ടേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സദസ്സ് സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി SI രമേശ് മുഖ്യാതിഥിയായിരുന്നു. പ്രദേശത്തെ 6 ക്ലബ്ബുകൾ മാറ്റുരച്ച ഫുട്ബോൾ, ഷട്ടിൽ, പെനാൽറ്റി ഷൂട്ടൌട്ട്, പഞ്ചഗുസ്തി, വടംവലി എന്നീ മത്സരങ്ങൾ നടന്നു. കൂടുതൽ പോയിന്റ് നേടി മാസ് പാടൂർ ഓവറോൾ ജേതാക്കളായി. നാട്ടിൻപുറത്തെ അനുസ്മരിപ്പിക്കുന്ന തായം, ഗോലി, പമ്പരംകൊത്ത് തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി. ഉമ്മുൽ ഖുവൈൻ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സജ്ജാദ് നാട്ടിക, സാമൂഹ്യ പ്രവർത്തകൻ CM ബഷീർ, ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ റഫീഖ് റഹീം, എഴുത്തുകാരൻ അബ്ദുറഹ്മാൻ പാടൂർ എന്നിവർ സംസാരിച്ചു. മീഡിയ വൺ, ദുബായ്. ജനുവരി 1-ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് പുതുവർഷത്തിൽ M ഗ്രൂപ്പ് കാർഗോ പ്രഖ്യാപിച്ച സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നാട്ടിലേക്ക് 30 കിലോ കാർഗോ സൗജന്യമായി അയക്കാനുള്ള സൗകര്യമാണ് പ്രഖ്യാപിച്ചിരുന്നത്. M ഗ്രൂപ്പിന് കീഴിലെ 123 കാർഗോ, ടൈം എക്സ്പ്രസ് കാർഗോ എന്നിവയാണ് ഓഫർ പ്രഖ്യാപിച്ചിരുന്നത്. വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ളവർ ജന്മദിനത്തിൽ ഓഫർ ലഭിക്കാൻ മുന്നോട്ട് വന്നതായി അധികൃതർ പറഞ്ഞു. ഇത്രയും 40 വർഷം 20 വർഷം ദുബായിൽ പ്രവാസികളായ ആൾക്കാർക്ക്
ഫസ്റ്റായിട്ടാണ് ഇങ്ങനൊരു ഓഫർ, ഇങ്ങനൊരു വെറൈറ്റി കിട്ടുന്നത്. സൗജന്യ കാർഗോയ്ക്ക് പുറമെ ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചിരുന്നു. വിജയികളെല്ലാവരും കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചു. ജേതാക്കൾക്ക് പ്രത്യേക ജന്മദിന സമ്മാനവും കൈമാറി. മീഡിയ 1 ദുബായ്.